എല്ലാ വർഷത്തിലെല്ലാ സമയങ്ങളിലും എല്ലാ ദിവസങ്ങളിലും മാങ്ങാക്കറി കൂട്ടാനോ അതിൻ്റെ ചമ്മന്തി കൂട്ടാനോ അല്ലെ പഴങ്കഞ്ഞിക്കകത്ത് ഒഴിച്ച് ഭക്ഷിക്കാനോ ഒക്കെ ആയിട്ട് വളരെ പുരാതന കാലം മുതലേ നമ്മുടെ കാരണവന്മാർ ഉപ്പുമാങ്ങ പ്രിസർവ് ചെയ്തിരുന്ന ഒരു സിസ്റ്റമാണ് ഈ ഉപ്പുമാങ്ങ പറഞ്ഞ് ഉപയോഗിച്ചിട്ടുള്ള ഉപ്പുമാങ്ങ. എങ്ങനെ ഉപ്പുമാങ്ങ ഇടുന്നത്, അതിൻ്റെ അകത്ത് ഉപ്പ് എത്ര വേണം, വെള്ളം എത്ര വേണം, എങ്ങനെ ഇത് അടയ്ക്കണം എന്ന് പറഞ്ഞ് ഉപയോഗിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ ആർക്കും ഒരു നിശ്ചയമില്ല. മാങ്ങ പറിച്ച് അതിന് ഞെടുപ്പ് പൊടിച്ച് കളഞ്ഞ് നന്നായിട്ട് കഴുകി ഉണങ്ങിയെടുക്കുക. പച്ചമാങ്ങ അത് നാടൻ മാങ്ങ ആയിരിക്കണം. അധികം ദശക്കട്ടി ഇല്ലാത്ത നാടൻ മാങ്ങ, നമ്മുടെ തൊലിയൈപ്പിന്, മൂവാണ്ടിന്, ഇങ്ങനെയുള്ള നാടൻ മാങ്ങകളാണ് ഇതിനേറ്റവും നല്ലത്. മൂത്തതായിരിക്കണം, പക്ഷേ വെളുത്തതായിരിക്കാൻ പാടില്ല. ഇനി അതൊരു 2 അടിയൊക്കെ ഉള്ള ഹൈറ്റുള്ളൊരു ഈ പടത്തിൽ കാണുന്ന പോലത്തെ ഒരു ഭരണിക്കകത്താണെങ്കിൽ ഒരു 10 കിലോ ഉപ്പുമാങ്ങ ഒക്കെ ഇടാം. 10 കിലോ ഉപ്പുമാങ്ങയ്ക്ക് ഒരു 10 ലിറ്റർ വെള്ളം വേണം. 10 ലിറ്റർ വെള്ളത്തിൻ്റെ കൂടെ ഒരു 2 കിലോ ഉപ്പും വേണം. അപ്പം ഒരു 10 ലിറ്റർ വെള്ളം 2 കിലോ ഉപ്പ് കൂടെ ചേർത്ത് തിളപ്പിച്ച് ഉപ്പ് അതിൽ അരിപ്പിച്ച് ചേർത്തിട്ട് അത് തണുപ്പിക്കുക. തിളപ്പിച്ച് കഴിഞ്ഞിട്ട് മാങ്ങ ആദ്യം ഭരണിയിലിടുക. എന്നിട്ട് ഈ ഉപ്പ് ലായനി അതിലേക്ക് ഒഴിക്കുക. തണുത്ത് കഴിഞ്ഞിട്ടേ ഒഴിക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞ് ഈ ഉപ്പ് ലായനി എപ്പോഴും മാങ്ങ കംപ്ലീറ്റ് അതിൻ്റെ അടി മൂടിക്കിടക്കണം. മാങ്ങയുടെ ഏറ്റവും മുകളിലത്തെ നിരപ്പ് മൂടാൻ മാത്രം ഉപ്പ് ലായനി ഒഴിക്കണം. ഇതിൻ്റെ അടിയിൽ തന്നെ അത് മൂടിക്കിടക്കണം. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ഒരു 5 or 6 ഉണങ്ങിയ കശുമാവിൻ്റെ ഇല ഇടുക. ഇത് ഫംഗസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. അതിന് ശേഷം നല്ല ടൈറ്റുള്ള അടപ്പ് കൊണ്ട് ഇത്ര തുണിയോടെ കൂട്ടി ചുറ്റി അത് അടയ്ക്കുക. ഭരണി എപ്പോഴും ഫുള്ളായിട്ടിരിക്കുകയാണ് നല്ലത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു തുണിക്കകത്ത് മണൽ കിഴി കെട്ടിയിട്ട് മുകളിൽ വെക്കും. അപ്പോൾ ഒന്നുകൂടെ സേഫാകാൻ വേണ്ടി, അതായത് യാതൊരു പ്രാണികളും ഈച്ചയോ ഒന്നും ഇതിൻ്റെ അകത്ത് കയറാൻ പാടില്ല. ഒരുപക്ഷെ ചിലപ്പോൾ ഈച്ചയുടെ മുട്ട ഓൾറെഡി ഈ മാങ്ങായാലും ഉണ്ടായിക്കൂടായില്ല. നമ്മൾ പച്ചമാങ്ങാണല്ലോ ഇടുന്നത്. അപ്പോൾ അതൊന്നും വിരിയാനും വളരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അധികം വെളിച്ചമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് മിനിമം 1 മാസമെങ്കിലും വെക്കണം. അത് 1 വർഷം വരെ ഇരുന്നാൽ അത്രയും നല്ലത്. ഈ 1 മാസം കഴിയുമ്പോൾ ഇതെടുത്ത് നമുക്ക് കറിക്ക് ഉപയോഗിക്കാം, ചമ്മന്തിക്ക് ഉപയോഗിക്കാം, പഴങ്കഞ്ഞിലൊക്കെ കൂട്ടി കഴിക്കാൻ വളരെ സ്വാദിഷ്ടമാണ്. പണ്ടൊക്കെ ഞങ്ങൾ ഈ കണ്ണൂർ കാസർഗോഡ് ഭാഗത്ത് ചെല്ലുമ്പം തിരുവിതാംകൂറിൽ നിന്ന് വരുന്നവരെ കളിയാക്കുകയായിരുന്നു ഉപ്പുമാങ്ങ തീനികളെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അന്ന് പറയുക, എല്ലാവരും കൂടെ ഉണ്ണാനിരിക്കുമ്പോൾ നടുക്കൊരു ഉപ്പുമാങ്ങ കെട്ടിത്തൂക്കും, അതിൽ നിന്ന് വീഴുന്ന ഓരോ തുള്ളി പാത്രത്തിൽ പിടിച്ച് അതും ചോറും കൂടെ കൂട്ടിയാണ് കഴിക്കുന്നത്. വളരെ കടുത്ത ദാരിദ്ര്യമായിരുന്നു അന്ന് കാലത്തൊക്കെ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. ഏതായാലും ഇതിൻ്റെ ചരിത്രം ഇങ്ങനെയാണ്. ഇനി കണ്ണിമാങ്ങയുടെ കാര്യം പറയാം. ഇപ്പം കണ്ണിമാങ്ങ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. കണ്ണിമാങ്ങയും ഉപ്പുമാങ്ങ ഇടുന്നത് തന്നെയാണ് ഇടുന്നത്. പക്ഷേ അതിൽ മൂപ്പത്താത്ത ഒരുപക്ഷെ ഒരു വലിയ നെല്ലിക്കയിലൊക്കെ വലിപ്പമുള്ള അണ്ടി ഉറയ്ക്കാത്ത പിഞ്ച് മാങ്ങ ഞെടുപ്പടക്കം എടുക്കും. ആ ഞെടുപ്പടക്കം എടുത്തിട്ട് അത് കഴുകി തുടച്ച് വൃത്തിയാക്കി ഭരണിക്കകത്ത് ഇടുന്നു. അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ ഉപ്പിലായനി ഒഴിക്കുന്നു. അതിൻ്റെ മുകളിലും ഈ കശുമാവിൻ്റെ ഇലയും കാര്യങ്ങളൊക്കെ ഇടുന്നു. അത് കഴിഞ്ഞ് നന്നായിട്ട് അടയ്ക്കുന്നു. ഇത് ഇങ്ങനെയാണ് കണ്ണിമാങ്ങ ഇടുന്നത്. കണ്ണിമാങ്ങയും 6 മാസം 1 കൊല്ലം ഇരിക്കാമെങ്കിൽ അതാണ് നല്ലത്. പിന്നെ ഇതിലൊക്കെ ഫംഗസ് പണ്ട് മുതലേ ഫംഗസ് ഉണ്ടാകുമായിരുന്നു. ആ കറുത്ത ഫംഗസാണ് ഉണ്ടാകുന്നെങ്കിൽ അത് പോയിസണസാണ്. വെളുത്ത ഫംഗസാണ് ഉണ്ടാകുന്നെങ്കിൽ അതുകൊണ്ട് വലിയ ദൂഷ്യമില്ല. ഫംഗസ് അങ്ങ് എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാം. അത് തടയാൻ വേണ്ടിയാണ് ഈ കശുമാവിൻ്റെ ഇലയിട്ട് കഴിഞ്ഞാൽ സാധാരണ ഫംഗസ് ഉണ്ടാവാറില്ല. ഇങ്ങനെയാണ് കണ്ണിമാങ്ങ ഇടുന്നത്. നല്ല ടേസ്റ്റുള്ള സാധനം. ചമ്മന്തി അരയ്ക്കാനും വെറുതെ ചോറിന് കൂട്ടാനും ഒക്കെ നല്ല ടേസ്റ്റുള്ള സാധനമാണ് കണ്ണിമാങ്ങ. ഇത്തരം പരമ്പരാഗതമായ അറിവുകൾ പലതും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണിത്.